നമുക്ക് ഇപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കാറ്റഗറി നമ്പർ 1 വരുന്ന ടോപ്പിക്കുകൾ ബേസിക്സ് ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, സോയിൽ ക്ലാസിഫിക്കേഷൻ, സീപ്പേജ് അനാലിസിസ്. അതുപോലെ കാറ്റഗറി 2 വരുന്ന ടോപ്പിക്കുകൾ കൺസോൾട്ടേഷൻ, ലാറ്ററൽ എർത്ത് പ്രഷർ, സ്ലോപ്പ് സ്റ്റെബിലിറ്റി, അവസാനം വരുന്നത് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഡെയിലി 2 hours വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് 30 days ഫോർ കാറ്റഗറി നമ്പർ 1 ആൻഡ് സെക്കൻഡ് 30 days ഫോർ കാറ്റഗറി നമ്പർ 2. പക്ഷെ ഏറ്റവും പ്രധാനം ലാസ്റ്റ് 20 days റിവിഷൻ തന്നെയാണ്. റിവൈസ് ചെയ്യുമ്പോൾ ഗേറ്റ് എക്സാമിന് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാറ്റഗറി 2 വേണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നിങ്ങളുടെ സംശയം ഇതെല്ലാം എങ്ങനെയാണ് പഠിച്ചു തീർക്കുക എന്നായിരിക്കും. ഇതെല്ലാം പഠിച്ചു തീർക്കാൻ സിസ്റ്റമാറ്റിക് ആയി സിവിലിയൻസിലെ ഗേറ്റ് ബൂസ്റ്റർ കോഴ്സ് 100 days കോംപ്രിഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഫോർ ഗേറ്റും അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ 2 മണിക്കൂർ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഫോർമുല ബുക്കും കൂടാതെ ആവർത്തിച്ച് വരുന്ന മിസ്റ്റേക്കുകളും ഫോർമുല ബുക്കിന്റെ താഴെ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ലേൺ ഫ്രം ദ ബെസ്റ്റ്.